അച്ഛൻ ഒരു മദ്യപാനിയാണ്. മദ്യപാനി എന്ന് വെച്ചാൽ ഒരു നോർമൽ മദ്യപാനിയല്ല, അഡിക്റ്റഡാണ്. ഒരു ദിവസം മദ്യം കഴിച്ചില്ല എങ്കിൽ മെൻ്റലി അത് എഫക്റ്റ് ചെയ്യുന്ന അറിയാമല്ലോ. ആ സമയത്ത് ഇത് കണ്ടു വളർന്ന ഞാൻ ചിന്തിക്കേണ്ടായി, ഈ ലോകത്ത് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുമോ. ഞാനൊരു ക്രിസ്ത്യൻ എന്ന് പറയണത് തന്നെ എനിക്ക് നാണക്കേടായിരുന്നു. ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്. കോളേജിലൊക്കെ ഞാൻ അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. അമ്മ പറഞ്ഞു, അമ്മ ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു. മോള് 3 ദിവസമായി ഒന്നും കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, കണ്ണ് തുറക്കുന്നില്ല. എല്ലാവരും വിളിച്ചിട്ടുണ്ട്, എന്നെ മാറി വിളിക്കുന്നുണ്ട്. പക്ഷെ കണ്ണും തുറക്കാത്തൊരവസ്ഥയിലായിരുന്നു. മരിച്ചവനെ പോലെയായി ഞാൻ. അപ്പം നിങ്ങളുടെ ശരിക്കും പറഞ്ഞ ഒരു 17 to അല്ലെങ്കിൽ ഒരു 15 to 20 ആ പ്രായമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായത്. ഇനി നിങ്ങളോടൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും യൗവനക്കാരല്ലേ? ആണല്ലേ? ഞാനുമാണ്. ഓക്കെ, ഐ എം ഓൾസോ വെരി യങ്. ഓക്കെ, അപ്പം ഈ ഏജ് ഗ്രൂപ്പിൽ പല യൗവനക്കാർക്ക് വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, എവറിബഡി വെയിറ്റ്സ് ഫോർ ദെയർ ലൈഫ് പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സ്നേഹിക്കണം, കൂടെ വേണം, ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരാറുണ്ട്. ഇൻഫാക്റ്റ് ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളത്, എന്താ പറയണ്ടേ, ഇറ്റ്സ് എ ട്രെൻഡ്. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലേ, ഞാൻ ഒരാളെ റെഡിയാക്കി തരാമെന്ന് പറയുന്നൊരു ട്രെൻഡ് ഞാൻ പല കുട്ടികളും എനിക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ അതിജീവിച്ചു? ഇത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട് അതും കണ്ട് വല്ലതും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? അത് പറയുകയാണെങ്കിൽ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ യൂത്ത് ആകുമ്പോൾ അതിൻ്റെതായ ഇമോഷൻസ് എല്ലാം വരും. പക്ഷേ ദൈവത്തെ അറിഞ്ഞു വന്നതിന് ശേഷം എനിക്കൊരു പിതാവിനെ കിട്ടി എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ദൈവം എന്നോട് എപ്പോഴും സംസാരിക്കുന്ന വചനം, ഞാൻ എപ്പോഴും യഹോവ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ആ വചനം ആണ് എന്നെ നടത്തുന്നത്. സത്യത്തിൽ ദൈവത്തെ അറിഞ്ഞു, കർത്താവാണ് എൻ്റെ പിതാവ് എന്ന് അറിഞ്ഞ മുഖേന പിന്നെ നടത്തുന്നതൊക്കെ ദൈവമാണ്. ഞാൻ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴായിരിക്കലും ആ വചനം പറയുന്നു, കർത്താവ് എൻ്റെ വലത് ഭാഗത്ത് ഉണ്ട്. അതുപോലെ ഞാൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ സ്കൂളിൽ പോയാലും ചർച്ചയിൽ വന്നാലും ഞാൻ വെറുതെ റോട്ടിൽ കൂടെ നടക്കുമ്പോഴും ഒക്കെ എനിക്ക് ആ ഫീലിംഗ് ഉണ്ടാകാൻ തുടങ്ങി, കർത്താവ് എൻ്റെ വലത് ഭാഗത്തുള്ളതുപോലെ. അതുപോലെ മറ്റ് പല ചിന്തകളും വന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ മൈൻഡിൽ വരുന്ന വചനം എന്ന് പറഞ്ഞാൽ, നീ എനിക്കുള്ളവൾ, ഞാൻ നിനക്കുള്ളവർ എന്നൊരു വചനം ഉത്തമഗീതത്തിൽ പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, നീ സ്പെഷ്യലാണ്, നീ മറ്റുള്ളവരെ പോലെ നടക്കേണ്ടവളല്ല ആ വചനം. ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആ വചനമാണ് എന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. Praise God. So that was like a protection over you. Praise God. Reshma, what do you have to say? എനിക്കും ഉണ്ടായിട്ടുണ്ട് അത്തരം അനുഭവങ്ങൾ. ഒരുപാട് പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അമ്മയൊക്കെ പണ്ടല്ല എപ്പോഴും പറയും, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയുടെ ഒരു തൻ്റെയിടം ഉണ്ട് എന്ന് പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. നമ്മുടെ യൗവനക്കാരായിരിക്കും, എന്തായാലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ആ ഒരു അട്രാക്ഷൻ ജസ്റ്റ് ആ ഒരു സമയത്ത് മാത്രം, ഇൻഫാക്ച്വേഷൻ, കണ്ടിട്ടൊന്ന് തോന്നും, നോക്കും, ഒരാഗ്രഹം മനസ്സിൽ അങ്ങനെ നോക്കും. പിന്നെ ആയപ്പോഴത്തേക്കും അതിൽ നോക്കി നമുക്കൊരു മാറ്റം വന്നു തുടങ്ങിയത് കറക്റ്റ് വചനം വായിച്ചു തുടങ്ങിയപ്പോഴാണ്. നമ്മളെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളുള്ളതും കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങളും. ഇരമ്യാവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, യഹോവ വിദൂരത്തിൽ പ്രത്യക്ഷനായി, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ആ വചനമൊക്കെ വായിച്ചപ്പോൾ പിന്നെ ഇതിനെ നമ്മൾ വേറെ ചേട്ടന്മാർ ചിരിച്ചു കാണിക്കുമ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നത്. കർത്താവ് നമ്മളെ പൊന്നുപോലെ കരത്തിൽ വഹിച്ചിരിപ്പുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ഒരു സ്നേഹത്തിലാവുമ്പോൾ നമ്മൾ പിന്നെ പോയില്ല. പ്രശ്നങ്ങൾ വന്നാലും അത് സാരമില്ല എന്ന് നമ്മളങ്ങ് പറയും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളത്. പ്രൈസ് ഗോഡ്. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. പക്ഷെ ഇത്രയും നല്ല കുട്ടിയൊന്നും അല്ലായിരുന്നു ഞാൻ. ഞാൻ എപ്പോഴും ഇവരോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കുഞ്ഞുനാൾ തൊട്ടേ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ, വലുതാകണം, പോലീസാകണം, ടീച്ചറാകണം, അല്ലെങ്കിൽ ഡോക്ടറാകണം. എന്നോട് ചോദിച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കല്യാണം കഴിക്കണം, കുഞ്ഞുങ്ങളുണ്ടാകണം, പഠിക്കണമെന്നോ ജോലി ചെയ്യണമെന്നോ വലിയ സംഭവം ആകണമെന്നോ എൻ്റെ ലൈഫിലൊന്നും അങ്ങനെ ഒരു ഇൻട്രസ്റ്റേ ഇല്ലായിരുന്നു. എന്നാൽ
സ്കൂളിൽ പഠിച്ച സമയം തൊട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുതിരയുടെ മുകളിൽ ഒരാൾ വരും, ഇങ്ങനെ കൊണ്ടുപോകും. ലൈക്ക് ഐ വാസ് ഓൾവേസ് ഇൻ എ ഫെയറി ടെയിൽ വേൾഡ്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അപ്പം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു നിങ്ങൾ. അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ വന്ന വ്യത്യാസങ്ങൾ എന്തുവാണ്? ഒരു പക്ഷേ നിങ്ങളുടെ ബിഹേവിയറിലാകാം, ക്യാരക്ടറിലാകാം, ഭവനത്തിലാകാം. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? ബിഹേവിയറിലാണെങ്കിൽ ആൻറ്റി നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആരടുത്തും അത്ര സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല. അതുമല്ല, എക്സ്പെഷ്യലി ബോയ്സിൻ്റെ അടുത്ത് ഞാൻ ഒട്ടുമേ സംസാരിക്കത്തില്ല. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയിരുന്നു. അച്ഛൻ ഇങ്ങനെ എല്ലാവരും ഉപദ്രവിച്ച് അങ്ങനെയൊക്കെ നടന്ന കാരണം ആൺകുട്ടികളുടെ അടുത്ത് പോകുമ്പം തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തോ അറിയത്തില്ല, അറിയാതെ ഒരു ഭയമുണ്ട്. അത് കാരണം ആരടുത്തും അത്ര കമ്മ്യൂണിക്കേഷന് പോകത്തില്ല. അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും അനിയൻ്റെ അടുത്തും മാത്രം. ബാക്കി സ്കൂളിൽ പോയാൽ പോലും എനിക്കൊരു ഫ്രണ്ട്സ് ഇല്ല. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ദൈവത്തെ അറിഞ്ഞ സമയത്തിന് ശേഷം ദൈവം മാറ്റാൻ തുടങ്ങിയത് ഭയങ്കര വലുതായിരുന്നു. കാരണം എനിക്കൊരു ഭയം ഉള്ളിൽ കിടപ്പുണ്ട്. അത് കാരണമോ ഞാൻ ആരടുത്തും മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ വലതുഭാഗത്ത് ഉണ്ട്. ആ ഒരു ബലം കിട്ടിയതിന് ശേഷം ഞാൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ദൈവസാന്നിധ്യം ഇവിടെ എനിക്ക് ഇങ്ങനെ ഒരു ചൂട് ഫീൽ ചെയ്യുന്ന പോലെ വലതുഭാഗത്ത് കർത്താവ് ഉണ്ട് എന്നൊരു ഫീലിംഗ് എൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങിയപ്പോൾ എന്ത് കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. കർത്താവ് ആരാ? ഈ ലോകത്തെ നിർമ്മിച്ച ആൾ. അത്രയും വലിയ ദൈവം എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ബലം വന്നു തുടങ്ങി. അതിനുശേഷം എൻ്റെ ജീവിതം സകലതും മാറാൻ തുടങ്ങി. ഞാനിപ്പം നിൽക്കുന്ന, ഇപ്പം സംസാരിക്കുന്നത് പോലും ആ ബലം ഉള്ളത് കൊണ്ട് മാത്രം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. സോ ശരിക്കും പറഞ്ഞാൽ അനഘയ്ക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ലൈഫിൽ. ആ കോൺഫിഡൻസ് ഇല്ലായ്മ കംപ്ലീറ്റ് ആയിട്ട് ദൈവം ക്യൂർ ചെയ്യാനിടയായി അല്ലേ? ആൻഡ് ഐ സീ ദാറ്റ് എനിക്കത് നന്നായി കാണാൻ കഴിയും. അനക്കിവിടെ വന്നതും പിന്നെ അടുത്ത ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നല്ലോ, അനക്കകത്ത് ഒത്തിരി ടാലൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ടാലൻസിനെ പുറത്ത് കൊണ്ടുവരുന്നതും അങ്ങനെ പലതും, ഒരു ഷോർട്ട് ഫിലിമൊക്കെ റെഡിയാക്കിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും പറഞ്ഞാൽ രേഷ്മ അപ്പം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, രേഷ്മ വന്നിട്ടില്ല. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഈ BSc നഴ്സിങ്ങിനൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് നേഴ്സായിരുന്നു തോന്നുന്നു അല്ലേ? അത് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടിക്കകത്ത് ഇത്രയും ടാലൻസും ഉണ്ട്. പിന്നെ ഓരോന്നോരോന്നായിട്ട് അല്ലേ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഈ പുറയിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടറിൽ നിന്ന് മുന്നിലോട്ട് സ്റ്റേജിലോട്ട് വരാൻ തുടങ്ങി. ഐ റിമെമ്പർ ഓൾ ദാറ്റ്, യുവർ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസിങ്. പക്ഷേ രേഷ്മയെക്കുറിച്ച് പറയാൻ എനിക്ക് അങ്ങനെയല്ലെന്നത്. രേഷ്മ ആദ്യം തന്നെ ഭയങ്കര കോൺഫിഡൻസിന് ഓവർ കോൺഫിഡൻ്റ് ആണ് ചില സമയത്ത്. അതെ, ചില സമയത്ത് അങ്ങനെ വരാറുണ്ട്. But what was the change that mainly happened in your life? എൻ്റെ ലൈഫിൽ ചേഞ്ച് വന്നെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മുൻദേഷ്യമുള്ള ആളായിരുന്നു ഞാൻ. അപ്പോൾ എല്ലാവരും പറയും അമ്മയാണ് പൊതുവെ, പക്ഷേ പുറത്ത് ആരോടും അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഫുൾ ദേഷ്യം ഫുൾ അമ്മയോടായിരുന്നു. അപ്പോൾ അമ്മ എപ്പോഴും പറയാറുണ്ട്, വിഷമാവും നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ. പക്ഷെ അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എൻ്റെ ലൈഫിൽ അതൊന്ന് ചേഞ്ച് ചെയ്യണം. ആ ഒരു സ്വഭാവം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ അത് ശരിയാവില്ല. വീട്ടിലാകുമ്പോൾ നമുക്ക് അമ്മയോട് സംസാരിക്കില്ല, പക്ഷേ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാലോ, അപ്പം നമ്മളൊന്ന് സൈലൻ്റ് ആവണം. ഞാൻ പക്ഷേ സൈലൻ്റ് ആവില്ല, മുൻപൊന്നും സംസാരിക്കും, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോളേജിൽ പഠിച്ച സമയത്തൊക്കെ നന്നായിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ബോയ്സിനോട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ആയപ്പോഴത്തേക്കും അത് മാറ്റണമെന്ന് ഫസ്റ്റ് എനിക്ക് തോന്നി. ആ ഒരു സ്വഭാവം മാറ്റണം ലൈഫിൽ നിന്ന്. അത് പോയാൽ പിന്നെ ഏകദേശം ഓക്കെ ആവും. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ആ ഒരു സ്വഭാവം അന്ന് എനിക്ക് വേണ്ട. അങ്ങനെ പ്രാർത്ഥിച്ച്, പക്ഷെ പെട്ടെന്ന് നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല മാറ്റാൻ. നമ്മളും കൂടി ശ്രമിച്ച് ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിച്ചും അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും കർത്താവ് സംസാരിക്കാൻ തുടങ്ങി എന്നോട് വചനത്തിലൂടെ. ഓരോരോ വചനത്തിലൂടെ എടുത്ത് സംസാരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഓരോരുത്തർക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ മിണ്ടാതെ ഇരുന്നിട്ടുണ്ട്. യഹോവ അവരോട് നേരിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ വായടച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഓരോ വചനങ്ങൾ ഇങ്ങനെ കിട്ടി. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കും പറ്റും, ആ ഒരു സ്വഭാവം മാറ്റാൻ പറ്റും. അങ്ങനെ ആയി ആ ഒരു സ്വഭാവം പതിയെ മാറാൻ തുടങ്ങി. എന്നാലും ഇപ്പോഴും ചെറുതായിട്ട് അത് ഉള്ളിൽ വരുമെങ്കിലും പുറത്ത് പ്രകടിപ്പിക്കാറില്ല. We are in the making stage. കർത്താവ് കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ നമ്മൾ ആ ജേർണി തുടങ്ങിയിട്ടുണ്ട്. ആ തുടങ്ങിയ സമയത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഫുള്ള് പോയെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഏകദേശം അത് പോയിട്ടുണ്ട്.
രേഷ്മ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്ന മോള് പറഞ്ഞു അമ്മയുടെ ദേഷ്യമായിരുന്നെന്ന് അല്ലേ, എപ്പോഴും അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. എനിക്കറിയാം മോൾക്കും അതുപോലെ തന്നെ പപ്പയുടെ കാണും. ഐ യൂസ് ടു ഫീൽ ദാറ്റ് ഫോർ മൈ ഫാദർ, മൈ മദർ. അപ്പം അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ എന്താ പറയണേ, നമ്മുടെ പേരൻസിനോട് ഒരു പക്ഷേ പല യൗവനക്കാർക്ക് പറ്റുന്നത് തന്നെയാണ്. അവർ ചിന്തിക്കും അവരുടെ പേരൻസ് അവരെ സ്നേഹിക്കുന്നില്ല എന്ന്. എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ആസ് എ യങ്സ്റ്റർ ദാറ്റ് എൻ്റെ പപ്പ മരിച്ചുപോയി, പിന്നെ മമ്മിക്ക് അവരെയായിരിക്കും കൂടുതൽ ഇഷ്ടം, അവരുടെ സ്നേഹം, അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ്. പക്ഷെ അത് നമ്മുടെ ക്യാരക്ടറിനെ ഇമ്പാക്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം പെട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങളുടെ പേരൻസിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ അവരുടെ നിന്ന് അത്രയ്ക്കൊന്നും എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ അവർ ആ സിറ്റുവേഷനിലായിരുന്നു. നമ്മുടെ കുടുംബം അച്ഛൻ കുടിക്കുന്നു, അമ്മ ഉപദ്രവിക്കുന്നു. ആ സാഹചര്യത്തിൽ അവർക്ക് എന്തായാലും മക്കളെ നോക്കാൻ പറ്റത്തില്ല. ആ സാഹചര്യമായിരുന്നു. അപ്പം ആ സമയത്താണ് മാതാപിതാക്കൾ ഇത് കിട്ടാതെ വന്നു, അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ വന്ന് ഞാൻ കർത്താവിനെ അറിയുന്നത്. പക്ഷേ ബന്ധുക്കളിൽ നിന്ന്, ടീച്ചേഴ്സ്മാരിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അവർ പറയുന്നത് എന്തുവാ, പല കാര്യങ്ങളും പറയാറുണ്ട്. പഠിത്ത കാര്യത്തിൽ തന്നെ എന്നോട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, നീ 10ാം ക്ലാസ് പോലും പാസ്സാവത്തില്ല എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു ലെവലിലായിരുന്നു. പക്ഷെ അങ്ങനെയെല്ലാം എൻ്റെ ക്യാരക്ടർ, ബിഹേവിയർ ഒക്കെ വെച്ചിട്ട് ഞാൻ ആരുടെടുത്തും സംസാരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൊച്ച് എങ്ങനെയാണ് എന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു അനിയത്തിയുണ്ട്, അല്ല ചേച്ചിയുണ്ട്. അവർക്ക് 2 മക്കൾ, ഞങ്ങൾക്ക് 2. ഞങ്ങൾ 4 പേര് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനാണ് ഏറ്റവും മണ്ടബുദ്ധി എന്ന് പറയുന്ന ആൾ. എപ്പോഴും ബന്ധുക്കളെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവളെ ഇങ്ങനെയാ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവർ. അത്തരത്തിലാണ് എൻ്റെ ബിഹേവിയറൊക്കെ. പക്ഷേ ദൈവത്തെ അറിഞ്ഞപ്പോൾ ദൈവം സകലതും എടുത്തു മാറ്റി. അത് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, എപ്പോഴും ഓർമ്മയുള്ള പ്രസൻസ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ദൈവസന്നിധിയിൽ വെറുതെ ഒരു സന്നിധിയിൽ മിണ്ടാതെ ഇരുന്നാൽ പോലും ആ പ്രസൻസ് നമ്മൾ ലൈഫിനെ മറിക്കും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഞാൻ ദൈവസന്നിധിയിൽ മിണ്ടാതെ ഇരുന്നു, ഞാനൊന്നും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നില്ല, മിണ്ടാതെ ഇരുന്നു. പക്ഷെ ആ പ്രസൻസാണ് എന്നെ ചേഞ്ചാക്കിയത്. അത് ചേഞ്ചാക്കി എൻ്റെ പഠിത്ത സകലവും ദൈവം എടുത്തു മാറ്റി, പുതിയ ഡോർസ് തുറന്നു തന്നു. ഇപ്പോൾ 10ാം ക്ലാസ്സും +2 എങ്ങനെ പാസ്സാകുമോ എന്നൊരു ക്വസ്റ്റ്യനിൽ നിന്ന് ദൈവം അതെല്ലാം മാറ്റി അവിടെ എല്ലാം കടന്ന് ഇപ്പം BSc പഠിച്ചു കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ഈ ഇടയ്ക്ക് ഞാൻ ഗ്രാജുവേഷൻ പോലും ആകാൻ ദൈവം സഹായിച്ചു. അത്രയും ദൈവം എടുത്തു മാറ്റി. അതാ ഞാൻ പറയുന്നത്, പ്രസൻസ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. വെരി വെൽ സെഡ്. പ്രസൻസ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ദൈവത്തിൻ്റെ സാന്നിധ്യം മതി നമ്മുടെ ജീവിതത്തിനെ മാറ്റാൻ വേണ്ടി. രേഷ്മ, tell us about your experience. എൻ്റെ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കും വീട്ടിലാണെങ്കിൽ പപ്പ മരിച്ചു. അപ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു അനിയനുണ്ട്. അപ്പോൾ ഞങ്ങൾ പഠിക്കായിരുന്നു ആ സമയത്തൊക്കെ. ആ സമയത്താണ് കർത്താവിന് കൂടുതൽ. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പപ്പായൊക്കെ അവരുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴും ഓരോ സാധനങ്ങൾ മേടിച്ച് കൊടുക്കുമ്പോഴും ഒക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ എൻ്റെ കല്യാണം ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്കും പപ്പ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി എൻ്റെ സ്വർഗത്തിലെ പിതാവ് സകലതും എനിക്ക് അതത് സമയത്ത് ചെയ്ത് തീർക്കുന്നുണ്ട്, സകല കാര്യങ്ങളും. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഫാമിലിയിൽ നിന്ന് അമ്മയുടെ ഭാഗത്തു നിന്ന് അധികം പ്രശ്നങ്ങൾ അങ്ങനെ ഇല്ല. അമ്മ വഴക്ക് പറയോ അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുക താരതമ്യം അങ്ങനെയൊന്നും ഇല്ല. എന്നിരുന്നാലും നമുക്ക് പപ്പയുടെ കാര്യങ്ങൾ നോക്കാൻ പപ്പ തന്നെയല്ലേ പറ്റുള്ളൂ. അമ്മയ്ക്കൊരു ലിമിറ്റുണ്ട്. എന്നാലും അമ്മ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ഞങ്ങളുടെ ഒരു പാരമ്പര്യ ക്രിസ്ത്യാനി ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ മുന്നേ. അപ്പോൾ അവിടെ നിന്ന് വിട്ടൊക്കെ വന്ന സമയത്ത് ഒരുപാട് റിജക്ഷൻസ് വന്നു. ഫസ്റ്റ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ നിന്ന് മാറുമ്പോൾ വിവാഹം എങ്ങനെ നടക്കും, അല്ലെങ്കിൽ നിനക്ക് എവിടെ നിന്നൊരു പയ്യനെ ലഭിക്കും, അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ളൊരു പയ്യനെ, അങ്ങനെയൊക്കെ അവർ ഒരുപാട് സംസാരിച്ച്. ആ സമയത്താണ് ഞാനും എങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്, ശരിയാണ് കർത്താവേ, എൻ്റെ വിവാഹം നടക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ച് അമ്മയോട് പറയും. അപ്പോൾ നമുക്ക് സഹായം അങ്ങനെ സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് ബാക്കിലോട്ടാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറയാറുണ്ട്, അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്കൊരു വിവാഹമൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് സഹായിക്കാൻ ആരുമില്ല,
പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് അങ്ങനെ വളരെ വലിയ വഴികൾ അങ്ങനെയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇടയ്ക്ക് പറയും അത് കർത്താവ് നോക്കിക്കോളും. പക്ഷെ ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അത് റിജക്ഷൻസ് ആയിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓർക്കാറുണ്ട് അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഓർക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവൻ പുറത്തോട്ടേക്ക് പോകുമ്പോൾ അച്ഛനില്ലാത്ത കുട്ടി എന്നുള്ള ആ ഒരു രീതിയിൽ എല്ലാവരും നോക്കും, ചിലപ്പോൾ മോശമായിട്ട് സംസാരിക്കുക നമ്മളോട്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ കർത്താവിനെ അറിഞ്ഞ ആ സ്നേഹത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ആ കോൺഫിഡൻസിൽ ഞാൻ നടക്കും. പിന്നെ അവർ പറയുന്നതൊന്നും ഞാനങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ അത് ഞാൻ എടുത്ത് വിഷമിച്ചിരുന്ന ഒരു അവസ്ഥകളുണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ധൈര്യം തരാൻ തുടങ്ങി. വചനം പറയുന്നത് പോകേണ്ടുന്ന വഴി ഉപദേശിച്ചു തരാൻ തുടങ്ങി. ആ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നപ്പോൾ, അതുവരെയും ഞാൻ ഇരുന്നിട്ടില്ല, പക്ഷെ ഇരുന്നതിന് ശേഷം എനിക്ക് പിന്നെ നല്ലൊരു കുടുംബജീവിതം കർത്താവ് തന്നു. നമ്മുടെ സഭയിൽ നിന്ന് തന്നെ അത് ലഭിക്കുവാനിടയായി. അതിലേക്ക് കർത്താവിന് വളരെയധികം നന്ദി പറയുന്നു ഞാൻ. ശരിക്കും പറഞ്ഞ രേഷ്മയുടെ വിവാഹം തന്നെ ഒരു വലിയ സാക്ഷ്യമല്ലേ? അതെ. വിവാഹ ആലോചന എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ സഭയിൽ നിന്ന് എനിക്ക് മുന്നും വിവാഹാലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു, പുറത്തുനിന്നൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കതും വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇപ്പം നമുക്ക് സ്പിരിച്വലി കണക്റ്റ് ആവും. അപ്പോഴത്തേക്കും എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സഭയിൽ നിന്ന് തന്നെ ഇങ്ങനെ വരുന്നത്. പക്ഷേ ഞാൻ സഭയിലൊക്കെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാലും വലുതല്ലെങ്കിലും ചെറുതായിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യാറുണ്ട്. അതായിട്ടൊന്നുമല്ല, ആസ് ഫാർ ആസ് ഐ നോ ഷീ ഹാസ് ബീൻ ലീഡിങ് നമ്മുടെ യൂത്തിൻ്റെ ടീമിനെ വളരെ ഭംഗിയായിട്ട് 2 വർഷം നോക്കി യൂത്ത് ലീഡറായിട്ട്. യു ഹവ് ഡൺ എ വെരി ഗുഡ് ജോബ്. താങ്ക് യു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് സഭയിൽ ചർച്ചയിൽ നിന്ന് തന്നെ വിവാഹാലോചന വരുന്നതും. ഫസ്റ്റ് എന്നെ ഒരു ഫോട്ടോയാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. അയച്ചതല്ലേ? അതെ, ചേച്ചി എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു രേഷ്മ നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ താല്പര്യമില്ല. പക്ഷെ പിന്നീട് എന്നെ വീട്ടിൽ വന്ന് കാണുകയും അത് മുഖാന്തരം എനിക്ക് ഇഷ്ടമാവുകയും നിങ്ങളുടെ ലൈഫ് നടക്കുകയും ചെയ്തു. കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു അല്ലേ? കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. നേരിട്ട് കണ്ടപ്പോഴേ എനിക്ക് കറക്റ്റ് പുള്ളി ഇഷ്ടമായത്. അപ്പം ഞാൻ പറയാറുണ്ട് പുള്ളിയോട് ഇടയ്ക്കിടയ്ക്ക്, ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമില്ല, ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടതാ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പാസ്റ്റർ ഇവിടെ പറയാറുണ്ടായിരുന്നു ഇടയ്ക്ക് രേഷ്മയുടെ വരൻ നമ്മുടെ സഭയ്ക്കകത്ത് മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു, നമ്മളും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു ചർച്ചയിൽ നിന്നാണ് വിവാഹം വന്നപ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇല്ല, അതൊന്നും കണ്ടിട്ടില്ല. കർത്താവ് ആ സമയത്ത് സകലതും ഒരുക്കി. പിന്നെ വിവാഹം നടത്തേണ്ടുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴേക്കും നമ്മൾ ആദ്യം വളരെയധികം വിഷമിച്ചു. പൈസയൊക്കെ ക്യാഷൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളതായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയായിരുന്നു ഏറ്റവും കൂടുതൽ വിജയം ഞങ്ങളുടെ ആ കുടുംബജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോഴത്തേക്കും ആ പ്രാർത്ഥനയിലൂടെയും എൻ്റെ വിവാഹം മനോഹരമായിട്ട് നടന്നു. സാമ്പത്തികമായിട്ടുള്ള നമ്മൾ വിചാരിക്കാത്ത പല വ്യക്തികളിലൂടെ പല ഡോറുകളും നമുക്ക് ഓപ്പണായി. ആ സമയത്ത് സഭയിൽ നിങ്ങളുടെ പാസ്റ്റർ പറയും, ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ പറയും, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് മിച്ചം നിങ്ങളുടെ കയ്യിൽ വരും. പക്ഷെ നമുക്കത് വിശ്വാസം വേണം. കർത്താവിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ വരുമോ ഇല്ലയോ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ആ കർത്താവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് കർത്താവിൻ്റെ സമയത്ത് ഏറ്റവും ഭംഗിയായിട്ട് അത് ചെയ്തു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് കർത്താവിനോട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ പറയാതെ തന്നെ ആ വിവാഹത്തിന് വന്നവർ തന്നെ ഇങ്ങോട്ട് പറയുകയുണ്ടായി ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വിവാഹമായിരുന്നു എന്ന്. അപ്പം രേഷ്മയ്ക്ക് ദൈവം നല്ലൊരു കുടുംബജീവിതം തന്നു. നിങ്ങൾ ഒരു ചോദ്യചിഹ്നമായിട്ടിരുന്നിടത്ത് ദൈവം തന്നെ ഇറങ്ങി വന്ന് പിതാവാം ദൈവം. ഞാൻ എപ്പോഴും പറയണേ, എനിക്കും ഈ ലോകത്തിലെ അപ്പനില്ലായിരുന്നു. അപ്പം ഈ ലോകത്തിലെ അപ്പനില്ലെങ്കിലും സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി, അനൊക്കെ പറഞ്ഞതുപോലെ എൻ്റെ അപ്പൻ